ചേർക്കോട്ടിൽ നിന്ന് വന്ന രാജൻ ഈ തിരുസന്നിധിയിലെത്തി 100 രൂപ സംഭാവന അർപ്പിച്ച് ഭക്തി നിർഭരമായി ഈ ക്ഷേത്ര സന്നിധിയെത്തി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനും അമ്പലവയൽ പൊടിക്കളം ശ്രീ ഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിറ മഹോത്സവത്തിൻ്റെ സമാപന ദിവസമാണിത്. ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ പ്രതിഷ്ഠയുള്ള വയനാടിലെ ഏക ക്ഷേത്രമാണ് അമ്പലവയൽ പൊടിക്കളം ശ്രീ ഗുരുമ്പ ഭഗവതി ക്ഷേത്രം. മാത്രവുമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വടകരയിൽ നിന്ന് കുടിയേറി വന്ന കണ്ണൻ മൂപ്പൻ എന്ന് പറയുന്ന അദ്ദേഹം സ്ഥാപിച്ച പൊടിക്കളമാണ് അമ്പലവയൽ പൊടിക്കളം. ആ കാലഘട്ടത്തിൽ വസൂരി രോഗത്തിന് ചികിത്സിക്കുകയും അന്ന് ആ വസൂരി വന്ന് മരിച്ചാൽ ഭണ്ണാരമടക്കുക എന്ന് പറയാം. അങ്ങനെ ഭണ്ണാരമടക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതാണ് കൊടുങ്ങല്ലൂർ അമ്മയെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതാണ് വസൂരിമാലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അന്ന് തൊട്ട് കൊടുങ്ങല്ലൂരിൽ ഈ പൊടിക്കളത്തിനും നിലപാട് നിൽക്കുവാനുള്ള ആൽത്തറ വയനാട് ജില്ലയിൽ ഈ പൊടിക്കളത്തിന് മാത്രമാണുള്ളത്. മാത്രവുമല്ല, അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ പൊടിക്കളത്തിൽ തിറ കഴിച്ചു. അങ്ങനെ അവിടെ സൗകര്യം കുറഞ്ഞപ്പോഴാണ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തിറ കഴിക്കാൻ തുടങ്ങിയത്. ഇവിടെ തിറ കഴിച്ച് വന്ന സമയത്താണ് ഞങ്ങൾ സ്വർണ്ണപ്രശ്നം വെച്ച സമയത്ത് ഈ പ്രദേശം ഒരു മഹാക്ഷേത്രം മുടിഞ്ഞ സ്ഥലമാണെന്നും ഇന്ന് ഞങ്ങൾ തിറ കഴിക്കുന്ന സ്ഥലം നമ്പൂരി ഇല്ലമായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടിരിക്കും ഇവിടെ കരിങ്കാളി എന്ന് പറയുന്നൊരു തെയ്യം ഒരു ക്ഷേത്രത്തിലും അങ്ങനെ ഓടുന്നൊരു സംവിധാനമില്ല, ഓടുന്നൊരു ചരിത്രവുമില്ല. പക്ഷെ ഇവിടെ എന്ന് തിറ കഴിക്കൽ തുടങ്ങിയോ, ഈ ഇവിടെ വന്ന സമയത്താണ് കരിങ്കാളി തിറ കഴിക്കൽ തുടങ്ങി. അന്ന് തൊട്ടിങ്ങോട്ട് ഒരു കഴകത്തും ഒരു തിറ സ്ഥലത്തും നടക്കാത്ത തരത്തിൽ ഈ കരിങ്കാളി മാതാവ് ഓടിക്കളിയാണ്. കാരണം യഥാർത്ഥ സ്ഥലമല്ല, സ്ഥലം മറഞ്ഞു കിടക്കുകയാണ്. മാത്രവുമല്ല, ഞങ്ങൾ സ്വർണ്ണപ്രശ്നത്തിൽ പറഞ്ഞത്, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന അന്നദാനം പോലെ നിൽക്കുന്ന സ്ഥലമാണ് ക്ഷേത്രമുണ്ടായിരുന്നത്. അവിടെ സ്വർണ്ണ വിഗ്രഹം അടക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു, 3 നേരം പൂജയുള്ള ക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ ജ്യോതിഷത്തിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഏതായാലും ഇന്ന് ഞങ്ങൾ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ഹിന്ദു എന്നുള്ളത് ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഇല്ലാതെ മുഴുവൻ ജനങ്ങളെയും പങ്കാളിത്തം ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലെ നാനാജാതി മതസ്ഥരും ഈ ഉത്സവത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അതേപോലെ ഞങ്ങളെ അകമഴിഞ്ഞ് ഈ ഉത്സവത്തിന് എല്ലാ ആളുകളും സഹകരിക്കാറുമുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വള്ളിയൂർക്കാവ് കഴിഞ്ഞാൽ ആദിവാസി വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു തിറ ഉത്സവമാണ് അമ്പലവയൽ പൊടിക്കളം ശ്രീ ഗുരുമ്പ ഭഗവതി ക്ഷേത്രം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തിറ ഉത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മേലിലും ഞങ്ങൾക്ക് എല്ലാവരുടെയും ഈ നാടിൻ്റെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ദേവിയുടെ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
പടയാളികളാകുമെന്ന് ദൈവത്തിന്റെ ഭാഷയിൽ അദ്ദേഹം